വലിയ അമ്പരിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ സൂചന വന്നിരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടം ഇറാഖിലുള്ള, അവിടെ ഇറാഖിൽ 2500 അമേരിക്കൻ സൈന്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് വേറെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവരോട് ഒരു വിഭാഗത്തോട് ഉടൻ തന്നെ അമേരിക്കയിലേക്ക് മടങ്ങാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അത് നൽകുന്ന സൂചന ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യത തെളിഞ്ഞു എന്നുള്ള തരത്തിൽ തന്നെയാണ്. വളരെ ഇത് ചെയ്യുന്നൊരു വാർത്തയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. എസ്കെൻ, ഇറാൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചാൽ അതിന് കാരണം അമേരിക്കയാണെന്ന് കരുതി ഞങ്ങൾ ഇതിന്റെ തൊട്ടടുത്തുള്ള ഇറാഖിലടക്കം അമേരിക്കൻ കേന്ദ്രങ്ങളെ അടിക്കും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേർ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ചിലപ്പോൾ മാറിപ്പോയേക്കാം. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഏതാണ്ട് 40 മിനിറ്റ് സംസാരം വളരെ ചൂടേറിയതായിരുന്നു. അവർ പരസ്പരം തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ട്രംപും നെതന്യാഹുവും തമ്മിൽ കുറച്ചു കാലമായി റിഫ്റ്റ് ഉണ്ട്. പക്ഷെ അത് രൂക്ഷമായിരിക്കുന്നു. കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അടിക്കരുതെന്ന് ഇസ്രായേലിന് പലതവണ അമേരിക്ക വാണിംഗ് കൊടുത്തിരിക്കുന്നു. പക്ഷേ അമേരിക്കയുടെ വാണിങ്ങിനെ അവർ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് വലിയ ത്രെട്ടാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ. അമേരിക്കയുമായിട്ട് 6ാമത്തെ തവണ ആണവ കരാർ സംബന്ധിച്ച് ചർച്ച നടക്കാൻ പോവുകയാണ്. അമേരിക്കയുമായിട്ട് ചർച്ച പരാജയപ്പെട്ടാൽ ഞങ്ങൾ അടിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയോട് ചോദിക്കാതെ തന്നെ ഇസ്രായേൽ അടിക്കാനുള്ള സാധ്യത തെളിഞ്ഞ സാഹചര്യത്തിലാണ് ഈ തരത്തിലൊരു കൊമോഷൻ ഉണ്ടായിരിക്കുന്നത്.